ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ലാഡയും വസനുവും ഉടനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ലാഡയുടെ അമ്മ ഇന്റർവ്യൂല് പറയുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ലാഡയും വസനുവും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ലാഡ പറയുകയാണ്, നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്റെ അമ്മ ഈ അനൗൺസ്മെന്റ് നടത്തിയത്? നീ എന്തുകൊണ്ടാണ് അത് നിഷേധിക്കാതിരുന്നത്? വസനു പറയുകയാണ്, നിന്റെ അമ്മ ഈ അനൗൺസ്മെന്റ് നടത്തുന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ നിഷേധിക്കാതിരുന്നത് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നമ്മുടെ രണ്ട് വീട്ടുകാരും പറയുന്നത് ഞാനും നീയും തമ്മിലുള്ള വിവാഹം എന്തായാലും നടക്കണമെന്നാണ്. നമുക്കെന്തായാലും അവരെടുത്ത തീരുമാനം വേണ്ടാന്ന് പറയാനും സാധിക്കില്ല. ലാഡ ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് നിന്നോട് എനിക്ക് നിന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞത്? എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടല്ല. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് വേറെ ഒരാൾ ഇഷ്ടമാണ്. അയാളെ മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും നീ എന്നെ കല്യാണം കഴിക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ വസനു പറയുകയാണ് അവന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൻ ലാഡയെ കല്യാണം കഴിക്കുമെന്ന്. ലാഡ് ഉടനെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അവൾ നേരെ പോകുന്നത് അവളുടെ അമ്മയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വസനുവിനെ ഒട്ടും ഇഷ്ടമില്ലാന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. അമ്മ പറയുന്നത് പോലെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം എന്നെ നിർബന്ധിക്കരുത്. എനിക്കും ഒരു ഹാർട്ട് ഉണ്ട്. എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവളുടെ അമ്മ ലാഡയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ലാഡയുടെ അമ്മ എന്താണ് തീരുമാനിച്ചത് അതുപോലെ മാത്രമേ നടക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. ലാഡ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ക്യാബിനിലേക്ക് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുമ്പോഴാണ് അവൾക്ക് കുറെ കൺഗ്രാജുലേഷൻ മെസ്സേജുകളൊക്കെ വരുന്നത്. ആ ഇന്റർവ്യൂ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും വിചാരിക്കുന്നത് ലാഡയും വസനുവും ഉടനെ തന്നെ കല്യാണം കഴിക്കുമെന്നാണ്. അതും കൂടി കാണുമ്പോൾ ലാഡയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവിടെ ഏണും ഈ ന്യൂസ് കാണുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് ലാഡ വരുന്നതും ഏണിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും. എന്റെ അമ്മ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെനിക്ക് മുൻപ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ആക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏണിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏൺ തിരിച്ചു ചോദിക്കുകയാണ്, നീ ഓക്കെ ആണോന്ന്. അപ്പോൾ തന്നെ ലാഡയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. എന്നിട്ട് അവൾ ഓക്കെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കരയുന്നുണ്ട്. ഏൺ പറയുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടായാലും ലാഡ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏണിന് എല്ലാതും മനസ്സിലാകുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഏണിന് ഒരിക്കലും ലാഡയെ വിട്ടു പോകില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ലാഡയ്ക്ക് കുറച്ചൊക്കെ സമാധാനാവുന്നത്. എന്നിട്ട് ഏൺ ലാഡയ്ക്ക് മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലാഡ പറയുകയാണ്, എന്റെ ലൈഫിൽ ഇനിയും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അപ്പോഴൊന്നും നീ എന്നെ വിട്ടു പോകരുത്. ഏൺ ഒരിക്കലും ലാഡയെ വിട്ടു പോകില്ലാന്നും ലാഡയുടെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏൺ ഒട്ടും ടയേർഡാവില്ല എന്നും അവൻ ലാഡയെ വിട്ട് പോകില്ല എന്നും പ്രോമിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി ലാഡയുടെ ഹോസ്പിറ്റലിലേക്ക് വസനു വരുന്നുണ്ട്. ലാഡ വസനുവിനെ കാണുവാണെങ്കിൽ അവൻ ഒരുപാട് വഴക്ക് പറയും. അതറിയുന്നത് കൊണ്ട് തന്നെ ടാൻ വസനുവിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ലാഡ ഇപ്പോൾ ഒരുപാട് ബിസിയാണ്, അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകണ്ടാന്ന്. പക്ഷെ വസനു ആണെങ്കിൽ ടാൻ പറയുന്നത് കേൾക്കുന്നില്ല. ലാഡ വരുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വസനു പോയിട്ട് ലാഡയോട് സോറി പറയുന്നുണ്ട്. ലാഡ പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടല്ല. നിനക്ക് നന്നായിട്ട് അറിയാലോ എന്റെ അമ്മയെ എതിർക്കാൻ എനിക്ക് സാധിക്കില്ല. അതറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നീ വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നീ ഒഴിഞ്ഞു പോകാത്തത്? ഈ ലോകത്തിൽ നീ മാത്രമേ ഉള്ളുവെങ്കിലും ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ലാഡ അവിടെ നിന്നും പോകുന്നത്. വസനുവാണെങ്കിൽ ഒരുപാട് വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ലാഡയുടെ പിന്നാലെ തന്നെ ബോ പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ലാഡ നീ അവനോട് അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. വസനു നീ വിചാരിക്കുന്നത് പോലെ അത്ര മോശം ആളല്ല. അവന്റെ പാരന്റ്സും അവനെ ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ നിന്റെ പിന്നാലെ വരുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരികയാണെങ്കിൽ നിനക്ക് അവനോട് ഇഷ്ടം തോന്നുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇനി ഒരിക്കലും ബോയ്സിന് ഇഷ്ടപ്പെടില്ലേ? ലാഡ പറയുകയാണ്, അവൾക്ക് പെൺകുട്ടികളോട് മാത്രമാണ് ഫീലിങ്സ് ഉള്ളത്. അവൾ സ്നേഹിക്കുന്നതും ഇനി സ്നേഹിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരേ ഒരാൾ ഏൺ മാത്രാണെന്ന്. ബോയും ലാഡയുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
വസനു ആ ബൊക്കെ ഒരു പേഷ്യന്റിനാണ് കൊടുക്കുന്നത്. ടാനിനറിയാം വസനു ഒരു പാവാണെന്ന്, അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കണം എന്ന് പറയുകയാണ്. അവർ എന്നിട്ട് കോഫി ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ടാൻ പറയുകയാണ്, ലാഡയ്ക്ക് പകരമാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നീ ലാഡയെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടാണോ? വസനു പറയുകയാണ്, ലാഡയും വസനുവും തമ്മിൽ കല്യാണം കഴിച്ചു കാണാനാണ് അവരുടെ പാരന്റ്സിന് ഇഷ്ടമെന്ന്. ടാൻ ചോദിക്കുന്നുണ്ട്, വസനു ലാഡയെ കല്യാണം കഴിക്കുന്നത് പാരന്റ്സിന് വേണ്ടി മാത്രമാണോന്ന്. അതിന് വസനു പറയുന്നുണ്ട്, ഞാൻ ലാഡയെ കല്യാണം കഴിക്കുന്നത് എന്റെ പാരന്റ്സിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാലാണ് എന്റെ ഫാമിലി ബിസിനസ്സും ലാഡയുടെ ഫാമിലി ബിസിനസ്സും വളരെ നന്നായിട്ട് പോവുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് വളരെയധികം കാലം മുമ്പോട്ട് പോകണമെങ്കിൽ ഞാനും ലാഡയും കല്യാണം കഴിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പേരൻസ് കല്യാണം കഴിക്കാനായിട്ട് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ടാൻ ചോദിക്കുന്നുണ്ട്, വസനുവിന് ലാഡയെ ശരിക്കും ഇഷ്ടമുണ്ടോന്ന്. എനിക്ക് ലാഡയെ ശരിക്കും ഇഷ്ടമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് എന്ന് വസനു പറയുമ്പോൾ ടാൻ പറയുകയാണ്, ഡോക്ടർ, നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ നന്നായിട്ട് അറിയാലോ, പക്ഷെ നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? ചിലപ്പോൾ ഡോക്ടറിന്റെ ഹാർട്ട് വെയിറ്റ് ചെയ്യുന്നത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലോ? ഡോക്ടർ നന്നായിട്ട് ആലോചിച്ചിട്ട് ശരിക്കും ഇഷ്ടമുള്ള ആളെ കണ്ടെത്താനായിട്ട് പറയുകയാണ്. വസനുവും ഒരുപാട് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ലാഡയുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ലാഡയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ലാഡയുമായിട്ട് വസനു കല്യാണക്കാരൻ സംസാരിച്ചോന്ന്. വസനു പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ലാഡയ്ക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ലെന്നാണ്. ലാഡയ്ക്ക് ഒരാൾ ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ എനിക്കും ഒരാൾ ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോഴേക്കുമാണ് ലാഡയുടെ അമ്മ പറയുന്നത്, വസനു, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇന്റർവ്യൂല് നിങ്ങളുടെ കല്യാണക്കാരൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും കല്യാണം കഴിക്കണം. നിങ്ങൾ പരസ്പരം കല്യാണം കഴിച്ചാൽ മാത്രമാണ് നമ്മൾ രണ്ടുപേരുടെയും ബിസിനസ് വളരെ നന്നായിട്ട് മുൻപോട്ട് പോവുള്ളൂ. വസനുവിനെ ഒരുപാട് പ്രഷർ ചെയ്യുമ്പോൾ അവൻ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാഡയുടെ അമ്മ അവളെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ പട്ടായയിൽ ഒരു ട്രെയിനിങ് ഉണ്ട്, അതിൽ ലാഡ ഉറപ്പായിട്ടും പങ്കെടുക്കണമെന്ന്. വസനുവും അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ലാഡ അമ്മയോട് ചോദിക്കുകയാണ്, എന്നെ പട്ടായയിലേക്ക് പറഞ്ഞയക്കുന്നത് ട്രെയിനിങ്ങിനാണോ അതോ വസനുവിന്റെ ഒപ്പം ഒരു ട്രിപ്പിനാണോന്ന്. ലാഡയുടെ അമ്മ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോകുന്നത് ട്രെയിനിങ്ങിന് തന്നെയാണ്. വസനുവും അങ്ങോട്ട് വരുന്നു, അത്രമാത്രം. ആദ്യം നോക്കേണ്ടത് വർക്കാണ്, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പിന്നെയാണ് നോക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ലാഡയുടെ അമ്മ വസനുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ലാഡയും ആ മീറ്റിങ്ങിന് വരുന്നുണ്ട്. അവൾ പുലർച്ചയ്ക്ക് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നീ എന്തായാലും ലാഡയോട് ഒരുപാട് ക്ലോസ് ആയിട്ട് സംസാരിക്കണം. ലാഡ നിന്നെ ഇഷ്ടമാണെന്ന് പറയണം. നിനക്കും ലാഡയ്ക്കും അടുത്തടുത്ത റൂമുകളാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നിന്നിൽ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വസനു ലാഡയെ പോയി നോക്കുമ്പോഴാണ് ലാഡയ്ക്ക് പകരം ടാൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ആ സമയത്ത് ടാൻ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ലാഡയോട് അവളുടെ അമ്മ പറഞ്ഞല്ലോ പട്ടായയിലേക്ക് പോകണമെന്ന്. ആ വിവരം കേട്ട ഉടനെ തന്നെ ബോയും ലാഡയും കൂടിയിട്ട് ടാനിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ലാഡയ്ക്ക് പകരം ടാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ലാഡയും ബോയും പറയുകയാണ്, ടാൻ ഒരു നല്ല ഫ്രണ്ട് ആണെങ്കിൽ ലാഡയെ ഉറപ്പായിട്ടും സഹായിക്കും, ടാൻ എന്തായാലും പോകുമെന്ന്. അങ്ങനെ അവര് രണ്ടുപേരും ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് ടാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവൻ എന്നിട്ട് വസനുവിനോട് പറയുകയാണ്, ലാഡ ഒരുപാട് ബിസി ആയതുകൊണ്ടാണ് അവൾ വരാതിരുന്നതെന്ന്. വസനുവുമായിട്ട് സമയം പങ്കിടുന്നതിൽ ടാനിന് സന്തോഷമുണ്ട്. കാരണം വസനുവിനോട് ടാനിന് ഒരു ക്രഷ് ഉണ്ട്. ലാഡയുടെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ലാഡയെ അവിടെ കാണുകയാണ്. എന്നിട്ട് ലാഡ പട്ടായയിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാഡ പറയുന്നുണ്ട്, ഞാൻ രാവിലെ തന്നെ പട്ടായയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയതാണ്. പക്ഷെ അപ്പോഴത്തേക്കുമാണ് ഒരു അർജന്റ് കേസ് വന്നത്. അമ്മയല്ലേ പറഞ്ഞത് ആദ്യം നോക്കേണ്ടത് വർക്കാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ പേഷ്യന്റിന്റെ കാര്യം നോക്കാനിരുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ടാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്റെ കൂടെ തന്നെയാണ് അവനും ക്ലാസ് ഒക്കെ കേട്ടത്. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ നന്നായിട്ട് എല്ലാം പ്രസന്റ് ചെയ്യാനായിട്ട് അവന് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ലാഡയുടെ അമ്മയാണെങ്കിൽ ആകെ ചമ്മിയിട്ട് അവിടെ നിൽക്കുവാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ലാഡ നേരെ വരുന്നത് ഏണിന്റെ അടുത്തേക്കാണ്. അങ്ങനെ അവർ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഏൺ ചോദിക്കുകയാണ്,
ലാഡ അറിയാതെ അവളുടെ അമ്മ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ലാഡയ്ക്ക് ദേഷ്യം വരുമെന്ന്. ലാഡ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, നീ എന്തുകൊണ്ടാ അങ്ങനെ ചോദിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ലാഡ പറയുകയാണ്, നമ്മൾ എന്തിനാ വേറെ ആളുകളെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് വിശക്കുന്നുണ്ട്. പറയുന്നുണ്ട് ലാഡയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന്. എന്നിട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കുമാണ് ലാഡ അവളെ പിടിച്ചിരുത്തുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് നിന്നെ മതി, നിനക്കായാണ് എനിക്ക് വിശക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണ്, ഡോക്ടർ, ഈ ഡയലോഗുകൾ ആരാ പറഞ്ഞു തന്നത്, വളരെ അലമ്പായിട്ടുണ്ട്, എനിക്ക് ഒട്ടും ഇഷ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ ലാഡ ശരിക്കും ചമ്മി പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ടാനാണ് ഈ ഡയലോഗ് എനിക്ക് പറഞ്ഞു തന്നത്. അവൻ പറഞ്ഞത്, ഞാനിത് പറയുമ്പോൾ തന്നെ നീ ആകെ ഫ്ലാറ്റ് ആവും, നിനക്ക് നല്ല സന്തോഷാവുന്ന, നാളെ ഞാൻ അവനെ കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ്. അവിടെ വസനു ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അവൻ ഓർക്കുന്നത് ടാൻ പറഞ്ഞതാണ്. ഡോക്ടർക്ക് ബിസിനസിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാലോ, പക്ഷെ സ്വന്തം ഹാർട്ടിന് എന്താ വേണ്ടതെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചതാണ് അവൻ വീണ്ടും വീണ്ടും ഓർക്കുന്നത്. ആ സമയത്താണ് അങ്ങോട്ട് ടാൻ വരുന്നതും ഡോക്ടർ എന്താ ഇങ്ങനെ മാറി നിന്നിട്ട് ഈ സമയത്ത് ഡ്രിങ്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതും. വസനു പറയുകയാണ്, ഞാൻ ഓർക്കുന്നത് നീ പറഞ്ഞതാണ്, എനിക്കത് ഓർത്തിട്ട് ഉറക്കവും വരുന്നില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ല. നീ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ലാഡയെ ശരിക്കും ഇഷ്ടമുണ്ടോ, എന്റെ ഹാർട്ടിന് ശരിക്കും ആരെയാണ് വേണ്ടതെന്ന്. അതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഇന്ന് വരെ എനിക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് ഞാൻ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല. എന്റെ പാരന്റ്സ് എന്തു പറയുന്നോ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഞാനൊരു റോബോട്ടിന്റെ പോലെയാണ് ജീവിച്ചിരുന്നത്. ഡോക്ടർ ആലോചിച്ചിട്ട് ഡോക്ടറിന്റെ ഹാർട്ടിന് ആരെയാണ് വേണ്ടതെന്ന് മനസ്സിലായോ, ഡോക്ടറിന് ശരിക്കും ആരെയാണ് ഇഷ്ടമെന്ന് മനസ്സിലായോ എന്നൊക്കെ ടാൻ ചോദിക്കുമ്പോൾ വസനു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല, ആകെ ഒരു കൺഫ്യൂഷനാണ്. എനിക്കൊരാൾ ഇഷ്ടമുണ്ടോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതിപ്പോൾ തുടങ്ങിയതല്ല, കുറച്ചായി. ആ ഡൗട്ട് തീർക്കാൻ നീ എന്നെ സഹായിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടാൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാന്ന്. വസനു ഉടനെ തന്നെ ടാനിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവനെ കിസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ടാനിന് വസനുവിനെയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ടാനും അവനെ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കിസ് ചെയ്യുമ്പോഴേക്കുമാണ് നമ്മുടെ വസനു പെട്ടെന്ന് തന്നെ കിക്കായി താഴെ വീഴുന്നത്. ഏതായാലും വസനുവിന് ടാനിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് ടാനിന് മനസ്സിലാവുകയാണ്. അവിടെ ഏണും ലാഡയും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അടുത്ത ദിവസമായി ലാഡയുടെ അമ്മ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ സമാധാനമായിട്ട് വർക്ക് ചെയ്യുകയാണോ? ലാഡ വീണ്ടും ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നിങ്ങൾ എന്താ അവരെ വേർപെടുത്താനായിട്ട് ശ്രമിക്കാത്തത്? ലാഡയുടെ അച്ഛൻ പറയുകയാണ്, ലാഡ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? അവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രണയിക്കാൻ തുടങ്ങിയതാണ്. നീ അവരുടെ ഇടയിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് അവർ ബ്രേക്കപ്പ് ആയത്. അല്ലെങ്കിൽ അവർ പണ്ട് മുതലേ വളരെ സ്നേഹത്തോടെ തന്നെ ജീവിക്കുമായിരുന്നു. നീ ലാഡയെയും ആ പെൺകുട്ടിയെയും ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ലാഡയുമായി ബ്രേക്കപ്പ് ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഏണിനെ ഭീഷണിപ്പെടുത്തിയില്ലേ? കൂടാതെ ഏണിന്റെ അടുത്തേക്ക് പോയിട്ട് ലാഡയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ലാഡയ്ക്ക് വേറെ അഫെയർ ഉണ്ടെന്നും ലാഡ വളരെ മോശം പെൺകുട്ടിയാണെന്നും ലാഡ ഏണിനെ യൂസ് ചെയ്യാണെന്നും അങ്ങനെ ലാഡയെ കുറിച്ച് എത്രമാത്രം മോശമായിട്ടാണ് നീ സംസാരിച്ചത്. നമ്മുടെ മകൾ എത്രമാത്രം വിഷമിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ അതെല്ലാം ചെയ്തത്. എന്നിട്ടും ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത് നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രാണ്. ലാഡയുടെ അമ്മ പറയുന്നുണ്ട്, ലാഡയുടെ നല്ലതിനു വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്തതെന്ന്. അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, നീ ചെയ്തത് ലാഡയ്ക്ക് വേണ്ടിയായിരുന്നില്ല, പകരം നിനക്ക് വേണ്ടി മാത്രാണ്. നീ വളരെ സെൽഫിഷാണ്. ലാഡ നിന്റെ മകൾ മാത്രാണ്, അല്ലാതെ നീ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് അല്ല. നിന്നോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് എനിക്കറിയാം. നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നിന്നെ പോലെയുള്ളവർക്ക് വിവരം വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവർ സംസാരിച്ചതെല്ലാം ലാഡ കേൾക്കുകയാണ്. അങ്ങനെ അവൾ പുറത്തു പോയിരുന്നിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഓർക്കുന്നത് ലാഡയുടെ ബ്രേക്കപ്പ് സീനാണ്. ലാഡയുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം ലാഡ ഒരുപാട് ഡൗൺ ആയിരുന്നു.
അങ്ങനെ ഒരു ദിവസം ലാഡയുടെ അമ്മ അവളെ കാണാനായിട്ട് വരുന്നുണ്ട്. ലാഡ എല്ലാ കാര്യവും അവളുടെ അമ്മയോട് പറയുകയാണ്. ഏണുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നതും അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ലാഡയുടെ അമ്മ പറയുകയാണ്, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ വിഷമമാവും, പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് സത്യമാണ്. ഏണിന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നുണ്ടായിരുന്നത്. അത് ഉറപ്പായിട്ടും അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. നീ പൈസയുള്ള വീട്ടിലെ കുട്ടിയല്ലേ, നിന്റെ കയ്യിൽ നിന്നും പൈസ കിട്ടാൻ വേണ്ടിയായിരിക്കും അവൾ നിന്റെ അടുത്തേക്ക് വന്നതും നിന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചതും. ഇപ്പോഴാണെങ്കിൽ അവളുടെ അമ്മയ്ക്ക് ഫ്രീ ആയിട്ടല്ലേ ചികിത്സ കിട്ടുന്നത്, അതും നീ കാരണം. അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നിന്നെ ഉപേക്ഷിച്ചു പോയി. നീ ഇനിയും അവളെ സ്നേഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ളതാണ്. കൂടാതെ അവളുടെ അമ്മയ്ക്ക് നല്ല ചികിത്സയും കിട്ടി. ഇനി എന്തായാലും നിന്റെ അടുത്തേക്ക് അവൾ തിരിച്ചു വരില്ല. നീ അവളെ മറന്നേക്ക്. അവൾക്ക് നിന്നെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാഡയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അന്ന് ലാഡ വിചാരിച്ചിരുന്നത് അമ്മയ്ക്ക് അവളോട് നല്ല സ്നേഹം ഉണ്ടെന്നാണ്. പക്ഷെ അതെല്ലാം അമ്മയുടെ വെറും അഭിനയം മാത്രമാണ്. അതെല്ലാം മനസ്സിലാക്കുമ്പോൾ ലാഡയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ലാഡ അവളുടെ ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോഴാണ് അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നതും ലാഡ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നതും. ലാഡ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാവിലെ അച്ഛനെ കാണാനായിട്ട് ക്യാബിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേര് സംസാരിച്ചതും ഞാൻ നന്നായിട്ട് കേട്ടു. എനിക്കെല്ലാം ഇപ്പോൾ അറിയാം. ഞാൻ ആ സമയത്ത് എത്രമാത്രം വിഷമിച്ചിരുന്നു എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. എന്നിട്ട് പോലും എന്നോട് സത്യം പറയാൻ തോന്നിയോ? ഞാൻ വിഷമിക്കട്ടെ എന്ന് മാത്രമല്ല ചിന്തിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ ലാഡയുടെ അമ്മയും വന്നിട്ട് ലാഡയെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചെയ്തതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടി മാത്രാണ്. ലാഡ പറയുകയാണ്, എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടും എന്നെ ഡിപ്രഷനിലേക്ക് തള്ളിയിട്ടിട്ടുമാണോ എനിക്ക് നല്ലത് ചെയ്യുന്നത്? അമ്മ എപ്പോഴെങ്കിലും ഒരു മകളായിട്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രല്ലേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. എന്നോട് ഒരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു, ഞാനൊരു ഡോക്ടറായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരിക്കലെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഹാപ്പി ആണോന്ന്? ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും സന്തോഷിച്ചിട്ടില്ല. ഇനി ഞാൻ സന്തോഷിക്കാൻ പോവാണ്. എനിക്കിഷ്ടമുള്ളതുപോലെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തിലെ ഇനി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി ഏണാണ്. അത് കേട്ടതും ലാഡയുടെ അമ്മ അവൾ അടിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ലാഡയുടെ അമ്മ അവൾ അടിക്കുന്നത്. ആ ദേഷ്യത്തിലും വിഷമത്തിലും അവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അച്ഛൻ ലാഡയെ തടയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ലാഡ പോവുകയാണ്. ലാഡയുടെ അച്ഛന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ലാഡയുടെ അമ്മയെ വഴക്കു പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴത്തേക്കും അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ സമാധാനിപ്പിക്കുകയാണ്. ലാഡ അവളുടെ ബാഗുമായിട്ട് പോകുമ്പോൾ ഏൺ ഉടനെ തന്നെ ലാഡയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ലാഡ പറയുന്നുണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറിയാമെന്ന്. ലാഡയ്ക്ക് എത്രമാത്രം വിഷമമായിട്ടുണ്ടാകുന്നു ഏണിന് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ലാഡയെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. ലാഡ പറയുന്നുണ്ട് ഏണിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് പോലും സംഭവിച്ചിട്ടില്ല. ലാഡയും അവളുടെ അമ്മയും മാത്രാണ് എല്ലാ തെറ്റും ചെയ്തതെന്ന്. എന്നിട്ട് ഏണിനോട് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ലാഡ ഹോസ്പിറ്റലിലേക്ക് പോവുകയും റിസൈൻ ചെയ്യുകയും ചെയ്യുകയാണ്. ലാഡ റിസൈൻ ചെയ്ത വിവരം അവളുടെ ഫ്രണ്ട്സ് അറിയുമ്പോൾ അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. ലാഡയെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ലാഡ ഇപ്പോൾ തന്നെ അവളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അവിടെ ലാഡയുടെ അമ്മയും ഒരുപാട് വിഷമിച്ചു നിൽക്കുന്നുണ്ട്. ലാഡയുടെ അച്ഛൻ പോയി പറയുന്നുണ്ട് ലാഡ ഇപ്പോൾ ചെറിയ കുട്ടിയല്ല, അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായിട്ടുണ്ടെന്ന്. അവളുടെ അമ്മ പറയുകയാണ് എന്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. അവൾ ജനിച്ചത് മുതൽ ഞാൻ അവളെ എങ്ങനെയാണ് വളർത്തിയതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെ പോലെ ഒരു നല്ല ഡോക്ടറാക്കി ഒരു പേഷ്യന്റ് മുമ്പിലേക്ക് വരികയാണെങ്കിൽ ആ പേഷ്യന്റ് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ 1% ചാൻസ് മാത്രമേ ഉള്ളൂവെങ്കിലും അയാളെ രക്ഷിക്കണമെന്നാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പെൺകുട്ടി വന്നിട്ട് എല്ലാം നശിപ്പിച്ചില്ലേ? 2 പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് പ്രണയിക്കാൻ സാധിക്കുക? അവർക്കൊരുമിച്ച് ഒരു ഫാമിലി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്റെ മകളെ ഞാൻ ഇതുവരെ അടിക്കുക പോലും ചെയ്തിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ അവളെ അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കരയുന്നുണ്ട്.
അങ്ങനെ അവസാനം ലാഡയുടെ അമ്മയ്ക്ക് വയ്യാതാവുകയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്താ ഉണ്ടാവാന്നറിയാനായിട്ട് അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. ബൈ.